ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കള്ളനാണ്, മോഷ്ടാവാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല. സ്വർണ്ണം അടിച്ചു മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ, അടിച്ചു മാറ്റിയിട്ടില്ലേ? 30.3 കിലോ സ്വർണം വിജയ് മല്യ കൊണ്ടു കൊടുത്തത് ഇപ്പോൾ ഇല്ലാതെ ചെമ്പാണെങ്കിൽ സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതിലെന്താ തെറ്റ്? അതിലെന്താണ് തെറ്റ്? ആ പ്രയോഗത്തിൽ എന്താ തെറ്റ് പ്രതിപക്ഷ നേതാവിന്റെ? ഇപ്പൊ ഇതിനോടകം വന്ന വിവരങ്ങൾ അനുസരിച്ച്, ഇതിനോടകം പൊതുസമൂഹത്തിലുള്ള കാര്യങ്ങൾ അനുസരിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ ഒരു ആഗോള ഉടായിപ്പാണ്. അയാളെ കുറിച്ച് നിങ്ങൾക്ക് പരാതിയില്ലേ? വിവരക്കേട് നിന്റെ പേര് CPM എന്ന് ഞാൻ ചോദിക്കേണ്ട. ഒറിജിനൽ വിവരക്കേടാണ് CPM എന്ന് ചാനൽ ചർച്ചകളിൽ CPM പ്രതിനിധികളായി പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും നിലപാട് കണ്ട് കേരള പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. അത് ഗവൺമെന്റിലൂടെ വീണ്ടും ബോധ്യപ്പെടുകയാണ്. ഇയാളൊരു മാന്യനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞെന്താ, ഞാൻ പറഞ്ഞത് CBIക്ക് അന്വേഷിക്കാവുന്ന ഒരു മാറ്റമാണ് ക്രൈംബ്രാഞ്ച്. ആക്ഷേപിച്ചില്ല. നമുക്ക് ശാന്തമായി സംസാരിക്കാമല്ലോ. വ്യക്തിപരമാവണ്ട. ചൂരൽമലയിലെ പണം അടിച്ചോണ്ട് പോയാലും വിവരക്കേടെന്ന് പറയത്തില്ലൂ. ശരി, വ്യക്തിപരമാവണ്ട വിഷയങ്ങളിലേക്ക്. അഭിലാഷ് ഈ ചർച്ചയിൽ പറയൂ. സ്ഥിരം തറപ്പണിയാണ് ഇത്. CPM-കാരുടെ തറപ്പണിയാ. കാര്യം ആളുകൾ കേൾക്കാതിരിക്കാൻ വേണ്ടി വിവരക്കേട് വിളിച്ചു പറയായിരുന്നുണ്ട്. ചർച്ച ചെയ്യാൻ വിഷയങ്ങളിലേക്ക് ആ CPM-കാരന്റെ കുലത്തൊഴിലായി മാറിയിരിക്കാന്നേ. വിഷയങ്ങളിലേക്ക് വരൂ. അങ്ങ് വിഷയങ്ങളിലേക്ക് വരൂ. അവസാനിപ്പിക്കാം. പറയൂ. ഇവിടെ ഞാൻ എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞോ? അഭിലാഷ് പറ. ആങ്കർ എന്നുള്ള നിലയിൽ താങ്കൾ പറ. ഞാൻ എന്തെങ്കിലും രാഷ്ട്രീയം ഈ ചർച്ചയിൽ പറഞ്ഞോ? ഞാൻ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, കോടതിയുടെ അനുമതി ഇല്ലാതെ സാധനം കൊണ്ടുപോയിട്ടുണ്ടോ ഇല്ലയോ? അതിലെന്തെങ്കിലും രാഷ്ട്രീയം ഞാൻ പറഞ്ഞോ? കൊണ്ടുപോയിട്ടുണ്ടല്ലോ. എങ്ങനെയായാലും ആരുടെ അകമ്പടിയിലൂടെയാണെങ്കിലും ഈ സാധനം കോടതി ഉത്തരവ് വേണ്ട ഒരു കാര്യം കോടതി ഉത്തരവില്ലാതെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി എക്സിക്യൂട്ടീവ് ഓഫീസർ ആയാലും ആരായാലും അതിന്റെ ഫൈനൽ വേർഡ് ദേവസ്വം പ്രസിഡന്റ് ആണോ റെസ്പോൺസിബിൾ പേഴ്സൺ? അതിന് തർക്കമുണ്ടോ ആർക്കെങ്കിലും? അപ്പം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കള്ളനാണ്, മോഷ്ടാവാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കോൺഗ്രസിന്റെ ഒരു നേതാവും പറഞ്ഞിട്ടില്ല. സ്വർണ്ണം അടിച്ചു മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ചു മാറ്റിയിട്ടുണ്ടല്ലോ, അടിച്ചു മാറ്റിയിട്ടില്ലേ? 30.3 കിലോ സ്വർണം വിജയ് മല്യ കൊണ്ടു കൊടുത്തത് ഇപ്പോൾ ഇല്ലാതെ ചെമ്പാണെങ്കിൽ സ്വർണം അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതിലെന്താ തെറ്റ്? അതിലെന്താണ് തെറ്റ്? ആ പ്രയോഗത്തിൽ എന്താ തെറ്റ് പ്രതിപക്ഷ നേതാവിന്റെ? ഇനി നമ്മുടെ ചോദ്യം ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ പത്രസമ്മേളനം കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തെ മോഷ്ടാവാക്കുന്നു. ഉണ്ടാവാം, ആരെങ്കിലുമൊക്കെ സൈബർ ഇടങ്ങളിലൊക്കെ ആക്രമിക്കുന്നുണ്ടാവാം ഏതെങ്കിലും പാർട്ടിക്കാർ. അതിൻ്റെ ഒന്നും കുത്തകപ്പാട്ടം കോൺഗ്രസ് പാർട്ടിക്കില്ല. ഒന്ന്, എനിക്ക് അങ്ങനെ ചെയ്യാത്തൊരു കാര്യം ഒരാളെ കള്ളനാക്കി ചർച്ചയിൽ പറയുന്നതിന് താല്പര്യമുള്ള ആളുമല്ല, അങ്ങനെ പറയുന്നതിനെ ഓൺ ചെയ്യുന്നുമില്ല. പക്ഷെ എൻ്റെ ചോദ്യം, അദ്ദേഹം പറഞ്ഞ വളരെ ഗൗരവമുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്, അന്വേഷിക്കണമെന്നേ. അന്വേഷിക്കേണ്ട ആരാ? ഞങ്ങളാണോ? പ്രതിപക്ഷത്ത് 10 വർഷമായിട്ട് ഇരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയാണോ അന്വേഷിക്കേണ്ടത്? ഗൂഢാലോചന ഉണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടത് ആരാണ്? കോടതിയല്ല. കോടതി രേഖാപരമായ കാര്യങ്ങൾ, നയപരമായ കാര്യങ്ങൾ, അവിടെയുള്ള ചിട്ടവട്ടക്രമങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ക്രൈമാണ്. ശരി, ആ ക്രൈം അന്വേഷിക്കേണ്ടത് ഞാൻ CBI-യിലേക്ക് പോകാനല്ല പറഞ്ഞത്. മിനിമം ക്രൈംബ്രാഞ്ച് എങ്കിലും അന്വേഷിക്കണമെന്നാണ് പറഞ്ഞത്. എന്താ നട്ടലില്ലാത്തത് CPM-ന്? അദ്ദേഹം പറഞ്ഞു ഞാനാണ് ഈ ചർച്ചയിൽ അന്വേഷണം ആവശ്യപ്പെട്ടതെന്ന്. എന്ത് അന്വേഷണം? അദ്ദേഹം കോടതി അന്വേഷിക്കുന്നുണ്ടെന്നേ പറഞ്ഞുള്ളൂ, അന്വേഷണം നടക്കട്ടെ എന്നേ പറഞ്ഞുള്ളൂ. മനസ്സിലായില്ലേ? പിന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഏറ്റവും വലിയ ഒരു വീഴ്ച ഞാൻ പറയാം. ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്ന ആളാണല്ലോ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്ന അദ്ദേഹം ഈ കസേരയിൽ ഇരിക്കുന്ന ആളാണല്ലോ. അദ്ദേഹം പറഞ്ഞു അവിടുന്ന് ഇങ്ങനൊരു കാര്യം മാറ്റിയത് പോലും ഞാൻ അറിഞ്ഞിട്ടില്ല. ഓപ്പണായി അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞാണ്. അദ്ദേഹം അറിയാതെ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെ ഇങ്ങനൊരു സാധനം മാറ്റി എന്ന് പറയുന്ന വിഷയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ കസേരയിൽ നിന്ന് ആരും പറയാതെ രാജിവെക്കണമെന്ന്. ഇത് ചെറിയ കാര്യമാണോ അഭിലാഷേ? തീർച്ചയായും ഇത് ചെറിയ കാര്യമല്ല, ഗൗരവമുള്ള കാര്യം തന്നെയാണ്.